ബാസിലിന് ഓർമ്മ ഉണ്ടാവും നമ്മൾ ഒരു ബുക്ക് ദ ഡെവലപ്പിംഗ് ഹ്യൂമൻ ക്ലിനിക്കലി ഓറിയന്റഡ് എംബ്രിയോളജി വിത്ത് ഇസ്ലാമിക് അഡീഷൻ കോറിലേഷൻ സ്റ്റഡി വിത്ത് ഖുർആൻ ആൻഡ് ഹദീസ്. സലഫികൾക്കൊക്കെ അങ്ങനെ മറന്നു പോകാൻ സാധ്യതയില്ലാത്ത പുസ്തകമാണ്. ആരുടെ പുസ്തകമാണ്? കീത്ത് എൽ മോറിന്റെ പുസ്തകമാണ്. കീത്ത് മോർ. അബ്ദുൽ മജീദ് സിന്ദാനി പ്രൊജക്ട്. അക്ബർ സാഹിബും നിങ്ങളൊക്കെ ഒരുപാട് തള്ളിയിരുന്നതാണ്. ഖുർആനിലെ ഭ്രൂണശാസ്ത്രവും ആഴക്കടൽ മത്സ്യബന്ധനവും ഒക്കെ കൊണ്ടുവരുന്ന ഒരാളാണ്. അതിൻ്റെ അക്നോളജ്മെന്റ് പറയുന്നുണ്ട്. ദ റിസർച്ച് ഐഡിയ വെൻ ദ ഐഡിയ ഓഫ് റിസർച്ച് അപ്പോൺ the miracle of Quran and its documentation from the Islamic point of view as well as from the modern scientific viewpoint was conceived. The following distinguished scholar gave it their full support in their personal and official capacity. പേഴ്സണലും ഒഫീഷ്യലും കപ്പാസിറ്റിയിൽ കുറച്ച് സ്കോളേഴ്സ് ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ പേരുകളാണ് താഴെ കൊടുക്കുന്നത്. ഒന്നാമത്തെ പേര് ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള ബിൻ ബാസ്. ബിൻ ബാസിനെ അറിയാവുന്ന വിചാരിക്കുന്നു. സലഫി പണ്ഡിതനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആറാമത്തെ പേര് അത് ഫേമസ് ഒരാളെ പേരാണ്. എന്താണ് ആറാമത്തെ ആളെ പേര്? കിടിലം സ്കോളർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള പേരിൽ ആറാമത്തെ സ്കോളറുടെ പേരാണ് ഷെയ്ഖ് ഉസാമ ബിൻ ലാദൻ. ഷെയ്ഖ് ഉസാമ ബിൻ ലാദൻ. മനസ്സിലായല്ലോ? അക്നോളജ്മെൻറ്റിലുള്ളതാണ്. ആറാമത്തെ പേര് നിങ്ങളെ കീത്ത് മോറിൻ്റെ എംബ്രിയോളജി ശാസ്ത്രം പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ള പുസ്തകത്തിൻ്റെ പ്രമുഖരായിട്ടുള്ള പണ്ഡിതന്മാരുടെ ലിസ്റ്റിൽ ആറാമത്തെ പേര് ഉസാമ ബിൻ ലാദൻ്റെയാണ്.